ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പേസ് ഗായ്സ്. ഞങ്ങൾ ഇന്ന് എവിടെയാ നിങ്ങൾക്ക് അറിയാമോ? കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഗൈസ്. അപ്പം ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കൂടെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഗോ ചെക്ക് ഔട്ട് മൈ കോണ്ടന്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്റെ കോണ്ടന്റ് വർത്ത് ഇറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. സബ്സ്ക്രൈബ്. അതിനേക്കാളുപരി നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം. കോപ്പി ലിങ്ക് അങ്ങോട്ട് അടിക്കുക. സ്റ്റാറ്റസിൽ പോവാ, വാട്സപ്പിൽ പോവാ, സ്റ്റാറ്റസ് ഇടുക. സോ ഗൈസ്, അത്ര തന്നെ. നിങ്ങൾക്ക് എന്നെ അറിയണമെങ്കിൽ കൂടുതൽ എന്നെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ റുബി മുബ എന്റെ ഇൻസ്റ്റാഗ്രാം ചെന്ന് ചെക്ക് ചെയ്യൂ. ആൻഡ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീഡ്ബാക്ക് ആണ് ഗൈസ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇല്ലാതെ എനിക്ക് സർവൈവൽ ഉണ്ടോ? നഹി. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് കൂടെ തരാതെ എനിക്ക് സർവൈവ് ഇല്ല. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക്, വളരെ വാല്യുബിൾ ആയ ഫീഡ്ബാക്ക് നിങ്ങൾ കോമന്റ് സെക്ഷനിൽ പറയുക. അത്രേ ഉള്ളൂ ഗൈസ്. സോ യാ ചിൽ. ഞങ്ങൾ ഇവിടെ വന്നു, ഗൂഗിൾ മാപ്പ് വെച്ച് വന്ന് ഇവിടെ പാർക്ക് ചെയ്തു. ബാക്കി ഇവിടെ എന്തുവെന്ന് അറിയത്തില്ല ഗൈസ്. പോയിക്കൊണ്ടിരിക്കുവാണ്. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചെരുപ്പിടാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെരുപ്പ് കൊണ്ടാക്കാൻ വേണ്ടി പുള്ളിക്കാരി പോയേക്കുവാണ്. ഞാനിവിടെ നിൽപ്പുണ്ട്. ഹൗ ഡു ഐ ലുക്ക് ഗൈസ്? കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം. മണികെട്ടമ്പലം എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു. ജില്ലാ ആസ്ഥാനത്ത് നിന്നും 18 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ആദിപരാശക്തിയും മാതൃദൈവവുമായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിൽ അമ്മ എന്നറിയപ്പെടുന്നത്. കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജങ്കാറിലൂടെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി നാമജപത്തോടെ പ്രദക്ഷിണം ചെയ്തു കെട്ടുന്നു. ഇവിടുത്തെ പ്രസിദ്ധമായൊരു വഴിപാടാണ്. മനസ്സിൽ ന്യായമായ എന്താഗ്രഹിച്ചുകൊണ്ട് മണി കെട്ടുന്നു അത് നടക്കുമെന്നാണ് വിശ്വാസം. എന്റെ പേര് വിനോദമാണ്. ഓക്കെ, എന്നാ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. ഇവിടെ കരുനാപ്പിള്ള വീട് കാര്യങ്ങൾ പറഞ്ഞാൽ ദേവി വളരെയേറെ ചൈതന്യമുള്ളതും ശക്തിമത്വമായ ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. അപ്പൊ ഇവിടെ മണി കെട്ടുന്നൊരു പരിപാടി. മണി കെട്ടുന്ന ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അമ്മയുടെ തീരുന്നതായി വന്ന് പ്രാർത്ഥിച്ച് മണി കെട്ടുന്ന വഴിപാട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് വരുന്ന 80% ആളുകൾക്കും അതിന്റെ ഫലപ്രാപ്തി കിട്ടിക്കൊണ്ടിരിക്കുക. നേരത്തെ ഭയങ്കരമായിട്ട് ചുറ്റും നിറച്ചുണ്ടായിരുന്നു. അപ്പൊ അത് വെട്ടിക്കളയും. ബാക്കി ഒരുപാട് നിറയുമ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ കട്ട് കളയല്ലേ, മാറ്റും. അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴേ നമ്മൾ ഇങ്ങനെ മാറ്റത്തുള്ളൂ. ഇതിന് പുതിയ ഇങ്ങനെ വരുന്നതിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും പ്രത്യേകതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ദേവിയെ പതിച്ചാൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ നടക്കും. അപ്പൊ അപ്പുറത്തെ സൈഡിൽ ജങ്കാറിന്റെ ജങ്കാറെന്ന് പറഞ്ഞിറങ്ങുന്നത് നമ്മളിങ്ങനെ പറയുന്നത് കായലിനും കടലിനും ഇടയ്ക്കുള്ള ക്ഷേത്രമല്ലേ? പുരാതനമായ ഭദ്രകാളി ക്ഷേത്രമാണ്. ശ്മശാനമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ദേവി ഭയങ്കര ചൈതന്യമുള്ള ദേവി അവിടെ കൊണ്ടുവരുന്നത്. ശ്മശാനത്തിനടുത്തുള്ള ഭദ്രകാളിക്ക് പ്രത്യേക പവറാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നടന്നു കിടന്നപ്പോഴാണ് ഇവിടെ വെള്ളാനപുരം എത്തി മനസ്സിലായത്. സോ വി ആർ ഗോയിങ് ബാക്ക്. പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ മേടിച്ചില്ല. ഞങ്ങൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഈ തിരിയൊക്കെ കത്തിക്കുന്ന സാധനമില്ലേ, അതാണ് മേടിച്ചത് ഗൈസ്. സോ ലെറ്റ്സ് ഗോ ബാക്ക്. സീ യു ഇൻ അനദർ വ്ലോഗ്. ഗൈസ്, ഞങ്ങൾ ഓൾമോസ്റ്റ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം മുഴുവൻ ഞങ്ങൾ കണ്ടു. അതേപോലെ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് ഇത്രയും ഒരു പെയിൻ്റൊക്കെ ഒന്ന് അടിച്ച് സൂപ്പറാക്കിയില്ലായിരുന്നു. ഇപ്രാവശ്യം അത് സൂപ്പറാക്കിയിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ വളരെ പോപ്പുലർ ആണ് ഇവിടുത്തെ കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ആക്ച്വലി വി ഹാവ് സീറോ ഐഡിയ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരുന്ന നോളജ് എല്ലാം വളരെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നോളജ് തരുള്ളൂ. സോ യാ ഗൈസ്, ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഓൾ ഓഫ് ഇറ്റ്. ഞങ്ങളുടെ ഈ വേഷവും ലുക്കും ഒക്കെ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ച് ഞങ്ങൾ ഹിന്ദിക്കാരാണ്.
ബംഗാളി. എന്നിട്ട് അവര് ഞങ്ങളോട് ചോദിച്ചു, എന്താ ചോദിച്ചു, മലയാളം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് എന്റെ വായിൽ അവര് ചോദിക്കുന്ന കേട്ടിട്ട് എല്ലാം കൂടെ പോയിട്ട് ഞാൻ പറഞ്ഞു തെരിയും. എല്ലാ ഭാഷയും കൂടെ മിക്സ് ആയി ഗൈസ്. സോ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദി റൺ. സോ വീട്ടിൽ പോട്ടെ, നല്ല കറോണാക്കട്ടെ.